എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് പിന്നെയും സ്വാഗതം. ഞാനിപ്പോൾ ഈ 2 ദിവസത്തിനിടയ്ക്ക് ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. എല്ലാവരും ആ സിനിമ പോയി കാണണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ. അപേക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും വെറും സജഷൻ മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ പോയി കാണുകയോ കാണാതിരിക്കുകയോ. ബട്ട് കയ്യിൽ പൈസയുണ്ട്, ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണിത്. ഞാൻ വേറൊന്നിനെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ തമിഴിൽ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയാണ് മഹാരാജ എന്നാണ് പേര്. സോ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിജയ് സേതുപതിയാണ്. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ കൂടിയാണിത്. സോ അത് അതിൻ്റെതായ മികവ് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. ഞാനങ്ങനെ പോയി കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നും പോയ സിനിമയല്ല ഇത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ആക്ച്വലി പി വി ആറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിടപ്പുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു 350 റുപ്പീസ് കണ്ട കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. നമുക്കൊരു മാസത്തിൽ പി വി ആറിൽ നമുക്ക് 4 സിനിമ വരെ കാണാൻ പറ്റും. ഒരു സീറ്റ് വീതമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സബ്സ്ക്രിപ്ഷൻ ഞാനിപ്പോൾ ഒരു 3 മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഞാൻ എന്ത് സിനിമ കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇപ്പം നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ തമിഴിൽ കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കയറി, കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇറങ്ങി വന്നു. ബട്ട് ഇറങ്ങി വന്നപ്പോൾ കൂടെ കണ്ണീരുമായിട്ടാണ് ഇറങ്ങി വന്നത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ക്ലൈമാക്സ് കുറച്ച് സെൻറ്റിമെൻ്റലാണ്. കുറച്ചല്ല, അത്യാവശ്യത്തിലേറെ സെൻറ്റിമെൻ്റലായിരുന്നു. സെൻറ്റിമെൻ്റലായതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ അങ്ങനെ സിനിമ കണ്ടിട്ട് അങ്ങനെ കരയാറുള്ള വ്യക്തിയൊന്നുമല്ല. ബട്ട് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് അതേപോലെ തന്നെ എനിക്ക് വിഷമം തോന്നിയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു സെയിം പ്രതീതിയാണ് ബാക്കിയുള്ളവരുടെ മുഖത്ത് ഞാൻ അവിടെ തിയേറ്ററിൽ കണ്ടത്. വിഷമം തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ക്ലൈമാക്സ് ആണ്, അതിനകത്ത് സീൻസ് ആണ്. ഭയങ്കര സെൻറ്റിമെൻ്റൽ ആയിട്ടാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ അത് പ്രേക്ഷകരിൽ നല്ലപോലെ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ എടുത്തിരിക്കുന്ന ട്രാക്കാണ്. അത് ഡയറക്ടറിനെ ഞാൻ സമ്മതിച്ചു കൊടുത്താൽ നമുക്ക് പറ്റത്തുള്ളൂ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല ടൈം പീരീഡാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയെ പറ്റി കൂടുതൽ പറയണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു കണ്ടന്റ് പോലും എനിക്ക് എടുത്തു പറയാൻ സാധിക്കാത്ത കാരണം അത് സ്പോയിലറായി പോകും. കാരണം ഇതിനകത്ത് ഓരോ കണ്ടന്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സോ ഇതിനകത്ത് എന്ത് കാര്യം എടുത്തു പറഞ്ഞാലും അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് അതുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു സ്പോയിലറായി മാറും. പിന്നെ ഇത് ഇവരെങ്ങനെ ട്യൂൺ ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ ഈ 2 ടൈം പീരീഡ് തമ്മിൽ ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഡയലോഗ്സ് ആണ്. നമ്മളതിൻ്റെ ഡയലോഗ് കേട്ടിട്ടാണ് നമ്മളിത് ഏത് ടൈം പീരീഡിനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതുമായിട്ട് സിങ്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് ആക്ച്വലി ബേസിക്കലി ഇതിനകത്ത് ഇന്ന ടൈം പീരീഡ് എന്നുള്ള കാര്യം നമുക്കല്ലാതെ വേറെ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. അത് നമ്മൾ വണ്ടർ അടിച്ചിരിക്കത്തേ ഉള്ളൂ. ബട്ട് അങ്ങനെ വണ്ടർ അടിപ്പിക്കാത്ത രീതിയിൽ തന്നെ നമ്മളെ ഇത് മനസ്സിലാക്കി തന്ന ഡയറക്ടർ വേറെ ലെവൽ രീതിയിലാണ് സത്യം പറഞ്ഞാൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ആ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അത് തന്നെയാണ്. ടൈം പീരീഡ് പല ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഡിഫറെൻറ്റ് ലെവലിലുള്ള ടൈം പീരീഡുകളെ ഒരേപോലെ കൊണ്ടുവന്ന് അതിനെ തമ്മിൽ സിങ്ക് ചെയ്ത് ഇന്ന സമയത്ത് ഇന്നത് നടന്നത്, ഇന്ന സമയത്താണ് ഇന്നത് നടന്നത് എന്ന് ഏറ്റവും അവസാനം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആ ഒരു കാര്യം ഇറ്റ് വാസ് റിയലി മൈൻഡ് ബ്ലോയിങ്, സത്യം പറയാമല്ലോ. അത് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ മൊത്തം റിവോൾവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരൊറ്റ ഒബ്ജക്റ്റിൽ നിന്നിട്ടാണ്. ആ ഒബ്ജക്റ്റ് അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് അതിന് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി വരെ കൊണ്ടുപോയിട്ട് ആ ഒബ്ജക്റ്റ് അല്ല അതിനകത്ത് മെയിൻ, ബട്ട് വേറൊരു സംഭവമാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനകത്ത് മാറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാറ്റുമ്പോഴായാലും നമ്മൾ ആക്ച്വലി അത് സിങ്ക് ചെയ്തുകൊണ്ടാണ് മാറ്റുന്നത്. നമുക്ക് നമ്മളതിനകത്ത് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട് നമ്മുടെ ഡയറക്ടറിന്. പിന്നെ ഇതൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഈ സെക്കൻഡ് പാർട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് മൊത്തം ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഇന്നതല്ല നമ്മൾ തുടക്കത്തിൽ പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ല ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്ക്. തുടക്കത്തിൽ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് എങ്ങനെയായിരിക്കും സ്റ്റോറി പോകുന്നത്, എന്തായിരിക്കും ഇതിനകത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കാരണം ഒന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ മൊത്തം കഥയങ്ങ് മാറി മറിയുവാണ്. എൻ്റെ പൊന്നോ, അത് വേറെ ലെവൽ രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് തുടക്കത്തിൽ നമ്മൾ കുറേ വെറുപ്പിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ വന്നിട്ട് നമുക്ക് കയറി ഗോൾ അടിക്കുവാണ്, അത്രേ ഉള്ളൂ. അത് വേറെ ഒന്നും പറയാനില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും. സോ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നിരിക്കുന്നത്. നമുക്കൊരു ട്രീറ്റാണ് ഇതിൻ്റെ ഡയറക്ടർ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ 500 രൂപ കൊടുത്ത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലും ഇത് വർത്ത് ആയിട്ടുള്ള സിനിമയാണ്. എല്ലാവരും പോയി കാണും. എനിക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനെപ്പറ്റി. പക്ഷെ ഒന്നും ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്പോയിലേഴ്സായി മാറത്തേ ഉള്ളൂ. വെറുതെ സ്പോയിലേഴ്സ് കണ്ടിട്ട് പോയിരുന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. സോ ബേസിക്കലി നിങ്ങൾ പോയിരുന്ന് ആസ്വദിച്ച് കാണുക, അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സിനിമ പോയി കാണുക. നല്ല കിടിലം അഡ്ഡാറ് പടമാണ്, എഴുതി വെച്ചു. ഇത് സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന പടമാണ്, അതും നിങ്ങൾ എഴുതി വെച്ചു. എന്തായാലും നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും എൻ്റെ അഭിപ്രായം, യു ഷുഡ് ഓൾവേസ് ഗോ.
ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോ, ഇതിനകത്ത് പറയാനുള്ള എല്ലാ ബേസിക്കലി എൻ്റെ ഇനി അങ്ങോട്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. സോ ബേസിക്കലി ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ഒന്ന് സബ്സ്ക്രിപ്ഷനും പിന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ബെല്ലൈക്കണും എല്ലാം ഒന്ന് അമർത്തി സഹായിക്കുക. അത്രേ പറയാനുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്ക് പിന്നെയും കാണാം. പുതിയ പുതിയ ചർച്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും അതുവരെ ഞാൻ സൈൻ ഔട്ട് ചെയ്യുവാണ്. താങ്ക് യു.